ഹായ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയ വ്ളോഗ്, ഇന്നൊരു യാത്ര എവിടെയെന്ന് അറിയണ്ടേ? പൈങ്കിളി പുറത്തേക്കാം കണ്ട, പൈങ്കിളി കുറച്ച് ചൂടിലാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ രാത്രി സമയം 7:30. അപ്പോൾ ഒക്കെ ഒന്ന് പുറത്ത് പോകണം. അപ്പുറം അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ അടിക്കും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളേതായാലും ഇറങ്ങാനല്ലേ പോകുന്നു, അപ്പോൾ ഇപ്പം പോകണ്ട, ആ ദേഷ്യത്തിലിരിക്കുന്ന. അപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ. നമ്മളന്ന് ഒരു വ്ളോഗ് ചെയ്തല്ലേ ബാംഗ്ലൂർ. അത് എന്താണ്, ദുബായ് ടു ബാംഗ്ലൂർ. ഇന്ന് നമ്മൾ കണ്ണൂർ ടു ബാംഗ്ലൂർ. ആദ്യത്തെ ഒറ്റക്കുള്ള യാത്ര. ഒറ്റക്കല്ല, ഞാനുണ്ട്, പൈങ്കിളിയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞാൻ പൈങ്കിളിയുടെ ധൈര്യത്തിൽ ഇറങ്ങുന്നു. പൈങ്കിളിക്ക് അന്ന് 2 ദിവസം പോയിട്ട് ബാംഗ്ലൂർ നല്ല പരിചയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കണ്ണൂരിൽ നിന്ന് രാത്രി 9:15 ബസ്സിന് പോകാൻ പ്ലാന്. അതിനാണ് നമ്മൾ 7:35 റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനിയനും ഫാമിലിയും അറിയില്ല നിങ്ങൾക്ക്, നമ്മളെ മുമ്പുള്ള ദുബായിലുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അനിയനും ഫാമിലിനും അവർ നമ്മളെ കണ്ണൂർ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോകുന്നതും അടുത്ത കുറച്ച് വിശേഷം അറിയാമല്ലോ. ബാംഗ്ലൂർ എന്തിനാണ് പോകുന്നത്, പൊന്നുവിനെ കാണാൻ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ അത്ര മഴ കാണുന്നില്ല, പക്ഷേ കുറച്ച് ടെൻഷനുണ്ട്, മഴ ഉണ്ടാവുമോ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അമ്മ നേരത്തെ റെഡിയായി. അമ്മ 6 മണിക്കകത്ത് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ തോതിൽ ഡിന്നറൊക്കെ കഴിച്ച് ഇനി 8 മണിയാകുമ്പോൾ പുറപ്പെടേണ്ട പരിപാടിയാണ്. ഗ്രാൻഡ്മ ബാഗെല്ലാം റെഡിയാക്കി ഓരോന്നോരോന്ന് സെറ്റാക്കി വരുന്നുണ്ട്. അല്ലാതെങ്കിൽ ഇനിയും കുറച്ച് സാധനം വെക്കാനില്ലേ? ആയാ അങ്ങനെ പൊന്നൂനെ കാണാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കരുതിയിട്ടാണ് പോകുന്നത്. ഒക്കെ സ്പെഷ്യലായിട്ട് അമ്മ ചെമ്മീൻ ഫ്രൈയും എന്താണ് അവർക്ക് പച്ചടി അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിൽ അതൊക്കെ പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എല്ലപ്പോൾ അന്നേരം പോകാം. ഇപ്പോഴേ പോയി ബസ് ചെയ്തിട്ട് ഇവർക്ക് പോതെല്ലാം ബോറടിച്ച് കളിക്കൂലേ. പിന്നെ അവർ 9 മണിക്കെത്താനാ പറയുന്നത്. 15 മിനിറ്റ്, 8:45 പോകാം. ഹായ് ശരിയാരു, എവിടെ പോന്നേ? നീ വരുന്നുണ്ടാ? എങ്ങനെ പോവാ? കാറിലാ പോവാ? എങ്ങനെ? എയർപോർട്ടിലാ? ആ, ഞങ്ങളുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള അശോക ട്രാവൽസിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 9 o'clock നമ്മളെത്തി. അവിടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നേരെ ബസ്സിലേക്ക് കയറുന്നില്ലേ? നിങ്ങൾ കയറുന്നുണ്ടോ? അച്ഛൻ വരും. ആ, ഒരു ബൈ പറഞ്ഞു. യാത്രയേക്കാൻ വന്നവരെയും നമ്മളെ കമ്മു കിടക്കുന്ന ഒരു സ്റ്റോപ്പ് വരെ വരുന്ന എന്നാ പിന്നെ നിങ്ങൾ ലേറ്റ് ആക്കണ്ടല്ലോ. ഓക്കെ ബൈ, ഞാൻ തിരി മെസ്സേജ് ഇടാം. ഓക്കെ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ലീപ്പർ കോച്ചിൽ കയറുന്നത്. ഇങ്ങനെ സ്ലീപ്പർ എന്ന് പറയുന്ന കേട്ടല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഗൂഗിളൊക്കെ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ കിടക്കുന്നതും ആക്കുന്നതൊക്കെ ആദ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ത്രില്ലായിരുന്നു. ഇനി എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. പക്ഷെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് നല്ലത്, നമുക്ക് സെമി സ്ലീപ്പർ മതിയായിരുന്നു, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൃത്യസമയം തന്നെ ബസ് അവിടുന്ന് പുറപ്പെട്ടു. ഈ ഒരു 9:15 പുറപ്പെട്ടാൽ ഏകദേശം 5:30 ആകുമ്പം ബാംഗ്ലൂർ എത്തുന്ന ഇവർ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയതുകൊണ്ട് ഫുൾ ഇരുട്ടാണ്. പിന്നെ ഞാൻ അധികം വീഡിയോ പിടിക്കാൻ നിന്നില്ല. ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൈങ്കിളിയാണ് കുറേ സമയം ഫോണൊക്കെ നോക്കിയിട്ട്
ഇരിക്കുന്നുണ്ടായി. അപ്പോൾ ഒരു 4:30 ആകുമ്പം തന്നെ എൻ്റെ ഉറക്കമൊക്കെ ഞെട്ടി. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച പോലെയല്ല. ആദ്യം കിടക്കുമ്പം സെമി സ്ലീപ്പർ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാണ്ട് യാത്ര സുഖകരമായിരുന്നു. കുറേ സമയം ഫോൺ നോക്കിയിരുന്നപ്പോൾ എങ്കിൽ ലാസ്റ്റ് ഇറങ്ങാനാകേണ്ട സമയമാകും വന്ന് ഏകദേശം ഉറങ്ങിയത്. പിന്നെ അവളെ കുത്തിപ്പൊക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ സമയം കൊണ്ട് തന്നെ 5:30 ആകുമ്പം തന്നെ നമ്മളങ്ങനെ ബാംഗ്ലൂരെത്തി. അങ്ങനെ നമ്മളെ 8.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിലെത്തി അല്ലേ. ഗ്രാൻഡ് ബ്രഷ് ചെയ്ത് തുടങ്ങി, ബെഡെല്ലാം വിരിച്ചു തുടങ്ങി. നമ്മളെ റൂം നമ്മൾ വഴിയെ കാണിച്ചു തരാം അല്ലേ. ഇഡ്ഡലിയല്ലോ, ദോശയത് കുറേ കറിയുണ്ട്. ചോറ് കറി ഇഡലിയായിരിക്കും, പിന്നെ പൂരി എടുത്തു. ഇതായിരിക്കും എന്നെ പൂരി അല്ല, ഇതന്നെ പൂരി. അതിനകത്ത് തന്നെ തിന്നാൻ പറ്റുവാ. മറ്റേ പ്ലേറ്റ് നല്ലോണം കഴുകിയിട്ടെടുക്കാം അല്ലേ. ഇതാ രണ്ട് മസാല ദോശനെ രണ്ടെണ്ണം കറി കഴിക്കണ്ടെങ്കിൽ അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. ബോളുണ്ടാടാ, ബോൾ നോക്ക്. എത്ര കറി ഉണ്ട്? 2 അല്ല 3. ചായക്ക് വലിയ ഗ്ലാസ് ഉണ്ട്, കാപ്പി ചായ. ഇത് നമുക്ക് അതിശയം ഉണ്ടാവും. വീട് ഓർഡർ ചെയ്യുന്നവരിക്കൽ ഇങ്ങനെ ഉണ്ടാവാം. ചായ ഇത് ഭയങ്കര സ്മോളിലെ കപ്പ് ചായക്ക്. കുറെ ചായ അവിടെ ഉണ്ടാവും. ഉച്ചക്കത്തെ ലഞ്ച് പരിപാടി. പപ്പടം കാണാൻ നല്ലുണ്ട്. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് വരെ നോക്കിയാൽ മതി അല്ലേ. ചോറും ഉണ്ട് തോന്നല്ലോ കുറേ. നിങ്ങൾ നാട്ടിൽ നിന്ന് 30 റുപ്യ എത്ര മണി മാക്സിമം എത്ര ഉണ്ടായാലും ചോറ് മൂടാം എത്ര ഉണ്ടായാലും ആ 30 കറിയായത്. അപ്പോൾ എനക്കും കുറച്ച് വെള്ളം മതിയേ, കുറേ എനക്കും കുറച്ച് വെള്ളം മതി. വളവാ വേണ്ടിക്കൊക്കെ 2 പിടി വരണ്ട്. കൊണ്ടാട്ടാ വേണ്ട. ഗ്രാനോക്ക് ചോറിന് പൈസ കിട്ടി ക്ഷീണായി. ഞാനത് ഈന് പറഞ്ഞുതരോ നിങ്ങൾ. ചായക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ 45. ചായേൻ്റെ പൈസേൻ്റെ അവസ്ഥക്ക് ചോറിന് പിന്നെയും കുറവെന്ന് പറയേണ്ടി വരില്ലേ. മതി. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ. കൊണ്ടാട്ടാ. ഈ ബോക്സ് ഒന്നും കളയണ്ട അല്ല, ബോക്സ് കഴുകി വെക്കാം. അല്ല, എന്തെങ്കിലും ആവശ്യത്തിന് ഇതേപോലെ ഇപ്പോൾ പിള്ളേർക്ക് ഈ ബോക്സ് കിട്ടുമൊക്കെ നമ്മൾ സിപ്പർ ബാഗ് നിർത്തി വരണ്ടേ കഴുകിയിട്ട്. സാമ്പാറൊന്നും പൊളിച്ചില്ല നിങ്ങൾ. ഇത് നിങ്ങൾ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ ചോദിച്ചിട്ട് നിൽക്കുന്ന. അവിയൽ അത് പായസമാണേ, പായസം എടുത്ത് വെച്ചേക്കല. ഇത് സാമ്പാർ. വറവേ ഇതെല്ലാം ഇതൊരു സെറ്റിന് ഒരു സെറ്റ്. ഇത് ഏത് തൈരാ? നിങ്ങളെ മോളെടുത്ത് കൊണ്ടുപോയി. തൈരല്ലേ? കൊത്തവരിയൊന്നുമല്ല, വലിയ പയറാണത്. മറ്റേ പയറാണ്, അച്ചിങ്ങപ്പയറാണ്. എങ്ങനെയുണ്ട് പങ്കു? ടേസ്റ്റ് ഉണ്ടോ? അയ്യോ ഓക്ക് പപ്പടവും തൈരുമല്ലേ വേണ്ടി വരും. നിങ്ങളെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളെ ടേസ്റ്റിൻ്റെ വിവരം അറിയിച്ചോളൂ. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. ഗ്രാൻഡ് ഇത് പൊളിച്ച് തീരും നമുക്ക്. വേണ്ടേ? നല്ല എരിവായിരിക്കും അല്ലേ. സാമ്പാർ പൊളി. എനിക്കൊന്ന് സാമ്പാർ ഒന്ന് പൊളിച്ചാൽ മതി തോന്നല്ലേ. ഇതിവിടെ വെക്ക്, എന്നിട്ട് തീർന്നിട്ടല്ലേ. തൈലുപ്പില്ല? എന്താ ഉപ്പ് സൈഡിലൊന്നും ഇല്ലല്ലോ.
തൈരിന അല്ല സാമ്പാറിനല്ലേ ഇതേതാന്ന് എവിടുന്നാണിത്? ഫട്ടൂഷ കളിപോലെ അല്ലാന്നാ അല്ലേ? അതാ കേരള ഇതെല്ലാം അടിച്ചിനി, അതുകൊണ്ട് തന്നെയാണ് വരിക. എന്നാൽ ബാക്കി നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് കച്ചറ പോലെ പക്ഷേ കുറച്ച് പഞ്ചസാര ചോറിൻ്റെ പുറം ഒരു ഉള്ളി എക്സോ ബിംബ പൊളി പെപ്പർ പൗഡർ. പെപ്പർ പൗഡറൊന്നും ഇല്ലല്ലോ. എല്ലപ്പാ കുരുമുളക് പൊടി അതെന്നാ നിങ്ങൾക്ക് കംഫർട്ട് വേണം. അതെന്നാ പിന്നെ പൊറോട്ടയും ചപ്പാത്തി ഇഡ് ഇഡ് ഇതാ ഐഡി ഐഡിന്റെ നമ്മൾ നോക്കി വാങ്ങിയതാ. ഞാൻ ചോറ് പച്ചച്ചോറ് തിന്നു. എന്തിനാ എന്നോട് തിന്നണ്ടെന്ന് പറഞ്ഞേ? എനിക്കൊരു സാധനം ഓ എനിക്ക് മീനെ കിട്ടാവുന്ന I already ate half of them from your stack. പേടിയോടെ ഞാനിത് വെക്കുന്നത്. അത് ഇൻഡക്ഷനാ മറ്റേ സാധന അത്ര ചെമ്മീനേ ഉള്ളൂ. വേണ്ട നാളത്തേക്കായി വെച്ചിട്ട് വിളിച്ചാ ഓയിൽ ഒരു ഇതിനെ പിടിച്ച ഇതിനെ കാണിട്ടല്ല കാണിക്കൂല. ആർഭാദത്തോടെ ചോറുന്നു കളിയാക്കുന്ന കണ്ട തല ചൂടായിട്ടുണ്ട്, വാല് ചൂടായിരിക്കൂല, ഇത് ഇതിനോട് നോക്കണം. തല ചൂടായിട്ടുണ്ടാവുക. രാവിലെ ഇന്നലെ രാത്രി സീ ഫുഡ് പ്ലാറ്റർ. ദിസ് ഈസ് പച്ചടി. മമ്മി ചപ്പാത്തി പൊറോട്ട. നമ്മൾ ഉച്ചക്കത്തെ ഫുഡടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നമ്മൾക്ക് ഇവിടുന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു റൂമാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ കുറച്ച് കറിയൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ പൊന്നുവിന് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങി ഒരു തട്ടിക്കൂട്ട് ഡിന്നർ പരിപാടിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്. എനക്കൊന്നും മതി. ഞാൻ മാങ്ങക്ക വന്നേന്. മാങ്ങ ഫ്രിഡ്ജിൽ കുറേ മാങ്ങ വാങ്ങിനാ മാങ്ങ വെക്കാൻ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്ന് കേട്ടപ്പോൾ പൊന്നു പറഞ്ഞ സാധനം മാങ്ങ വേണമെന്നാണ്. ബാംഗ്ലൂർ മാങ്ങ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവർക്ക് വാങ്ങാൻ മടി. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ തന്നെ മാങ്ങയൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കൽ പരിപാടിയാണ്. നെറ്റ് പോയി. താങ്ക്സ്. പക്ഷെ ഞാൻ തോല് കുടിക്കാൻ അറിയില്ല. ഞാൻ ഗ്രാൻഡ് ചോദിച്ചാൽ ഗ്രാൻഡ് ഉറങ്ങി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇവർ രണ്ടാളും നല്ല ഉറക്കമാണ്. അമ്മ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തതും ഇന്ന് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ മുട്ടയും ഓംപ്ലേറ്റ് അടിച്ച്
ബ്രെഡും കഴിക്കേണ്ട പരിപാടിയാണ്. ബ്രെഡ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് ബ്രെഡൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായത്. ബാംഗ്ലൂർ ബ്രെഡ് കിട്ടാതിട്ടല്ല, പക്ഷേ ഇവിടുന്ന് ചെറിയ ഷോപ്പിംഗ് ചെയ്യുമ്പം ബ്രെഡ് കിട്ടപ്പോൾ ബ്രെഡ് വാങ്ങി. അതുപോലെ നമ്മളെ മാമൻ്റെ സ്വന്തം ഫാൽക്കൺ വെളിച്ചെണ്ണയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയത് ഫാൽക്കൺ വെളിച്ചെണ്ണ പൊന്നൂൻ്റെ ആവശ്യത്തിന് കൊണ്ടുപോയതാണ്. അപ്പോൾ പിന്നെ കുക്കിംഗ് പരിപാടിക്ക് ഇടയിൽ അതും കൂടി നമ്മൾ സംഘടിപ്പിച്ചു. ബാക്കിയെല്ലാം ഇവിടുന്ന് വാങ്ങി. 10 രൂപേൻ്റെ കണ്ണൻ ദേവൻ അടച്ചു വെക്കൽ മൂടി അടക്കം ഉണ്ട്. കുറച്ച് പാത്രയിലും പക്ഷേ എങ്കിൽ അത്യാവശ്യം സംഭവം നടന്നു പോകും അല്ലേ. ചായ വെക്കണം. നീറ്റും ഉണ്ട്, കിച്ചണ് നല്ല വീട്ടിലേക്കാണെങ്കിലും സൗകര്യമുണ്ട്. വീട്ടിൽ നിറയും പാത്രവും വെള്ളിയാഴ്ച. അപ്പോൾ നമ്മൾ വീടെടുത്ത പണിക്കാരനെക്കാട്ടിയും നല്ല പണിക്കാർ ഇവിടെ പണി ചെയ്തതിന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിയുന്നുണ്ട്. അങ്ങനെ കട്ടൻ ചായ വെക്കേണ്ട പരിപാടി കണ്ണൻ ദേവനായതുകൊണ്ട് എൻ്റെ പിടി കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കട്ടൻ ചായയും ബ്രെഡും എഗ് ഓംപ്ലേറ്റും. ലഞ്ച് പുറത്തുനിന്ന് തട്ടിക്കൂട്ട് പരിപാടിയാണ്. ചിലപ്പം ഡിന്നറും ഇതുപോലെ തട്ടിക്കൂട്ടും. ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ച് നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. നമുക്ക് ബാംഗ്ലൂർ വലിയ പരിചയമില്ലാന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ അന്ന് പോയ ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി. അമ്മേനെയും കൂടി ബാംഗ്ലൂർ പോയതല്ലേ, അമ്മ ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് പരിചയമുള്ള കുറച്ച് ഏരിയൊക്കെ കാണിക്കാം, ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ടാക്സി ബുക്ക് ചെയ്ത് ഊബറിൽ പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര. വേറെ ഏരിയല്ല, നെക്സസ് മാളും പിന്നെ അതിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ലക്ഷ്യം. അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ അവിടെ നമുക്ക് ബസ്സല്ല ഇഷ്ടമായ ബസ്സിൻ്റെ സ്റ്റെപ്പാണ്. നമ്മുടെ നാട്ടിലെല്ലാം സ്റ്റെപ്പ് ഇങ്ങനെ ഹൈറ്റ് കൂടിയിട്ടല്ലേ, ഇതിപ്പോൾ താണോണ്ട് അതാണ് നമുക്ക് ഇഷ്ടം. നീളുണ്ട്, അതാണ് വലിയ വെളിയും കൂട്ടിക്കോ. തേച്ച് എനിക്ക് അടുത്ത് വരാൻ പറ്റുമോ? സ്പ്രൈറ്റ് കുടിക്കുന്ന ഗ്രാൻമ കുടിച്ചില്ല, പക്ഷെ ഗ്രാമൊക്കെ ആവുന്ന ഇഷ്ടപ്പെടും. എന്നാ പിന്നെ തുടങ്ങിക്കോ. ദീദിൻ്റെ ചായ കൂടി നാളെ ഹോസ്റ്റലിനായിരിക്കും. നാളെ ചായ ഇല്ലല്ലേ ഇനി ഹോസ്റ്റലിൽ. അപ്പോൾ നീ ഒരു ചായ കുടിച്ചിട്ടാ പോകും. ദിസ് ഈസ് മൈ ടീ. അത് മധുരമില്ലാത്തതാണ്. ഈ ഗ്ലാസ്സിലാണെങ്കിൽ എനിക്ക് വേണേനു, ഈ ഗ്ലാസ്സിലാണെങ്കിൽ എനിക്ക് ചായ വേണേനു. ഇങ്ങനത്തെ ഇല്ലല്ലോ, 2 എണ്ണം ഇല്ലേ, വലുത് ഉള്ളൂ. നെയ്യപ്പെല്ലാം ഗ്രാൻഡ്മാൻ്റെ സ്പെഷ്യൽ നെയ്യപ്പം ഇവിടെ. ഇത് കത്തിയ പീശാത്തിയല്ലേ അല്ലേ വരുന്ന കത്തി വലുത്, ചെറുത് പീശാത്തി. ഇതായിരുന്ന ക്ലിപ്പ്, ഗ്രാനോ ക്ലിപ്പും കൂടെ. ഇത് നമ്മള് നാട്ടിൽ നിന്ന് ചോറാക്കുന്ന ക്ലിപ്പ്.
ചോറ് കൂട്ടുന്ന ക്ലിപ്പ് അതാ. അവിലും മിക്സ്ചറും നീ എന്നാ ചക്ക ചിപ്സിലാ? എനിക്ക് ചായ വേണ്ട. അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ചായ കുടി പരിപാടി. ചായക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇതേപോലെ നാട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളെ പ്രിയപ്പെട്ട അവിലും മിക്സ്ചറും പിന്നെ പൊന്നിന് വേണ്ട കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി നമ്മൾ വൈകുന്നേരത്തെ ചായ പരിപാടിയും ഗംഭീരമാക്കി. ഞാൻ കുറേ തിന്നുകയും ചെയ്തു. നെയ്യപ്പങ്ങൾ ഈ നെയ്യപ്പം ഹോം മെയ്ഡ് നെയ്യപ്പമാണ്. അതായത് ഗ്രാൻഡ്മ ബാംഗ്ലൂർക്ക് വരുമ്പോൾ ദീദിൻ്റെ ഫ്രണ്ട്സിനും ദീദിക്ക് കൊടുക്കാൻ ബാംഗ്ലൂർക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞേ നെയ്യപ്പം ബാംഗ്ലൂർക്ക് വരുമ്പോൾ ചുട്ടിട്ടെടുത്തതാണ്. അതിന് ഇവൻ തമാശയാക്കിയത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഹോം മെയ്ഡ് നെയ്യപ്പം അല്ല പിന്നെ അത്രയേ ഉള്ളൂ. ബാക്കി നമ്മളെല്ലാം തിരിച്ച് കുറെ സമയം വെറുതെ ചിരിക്കുന്ന അറിയില്ല. അപ്പം നാളെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറേ തിന്നോണ്ട് ഇപ്പം തിന്നാതെ എന്തോ പറയാം. അതന്നെ ഞാൻ പറയാൻ വിചാരിച്ചേ. ഇത് ആക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണിക്കാൻ വിചാരിച്ചാണ്. പക്ഷെ അന്നത്തെ പെരുമഴയ്ക്ക് മഴ കണ്ട് പേടിച്ചിട്ട് മഴയും വീഡിയോയും അന്നേരം എനിക്കൊരു മൈൻഡ് കിട്ടിയിട്ടില്ല. നീ ഉണ്ടായിനാ? നീ കറങ്ങാൻ പോയിട്ടുണ്ടായിനാ പെരുമഴക്ക്? കറങ്ങാനാ? അന്ന് കാവുപോയിട്ടല്ലേ ഉണ്ടായിനെ. ഗ്രാൻഡ് നേരം രാത്രി ആക്കുന്നത്. നമുക്ക് കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നതായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ പുലരുമ്പോൾ തന്നെ ഗ്രാൻഡ് ചൂട് വേണ്ടി നമ്മൾ എണീച്ച് വീട്ടിൽ നമുക്ക് ഗ്രാൻഡ് ചുട്ടിന് പിന്നെ വീഡിയോ പിടിക്കുക. ആ നെയ്യപ്പത്തിന് വീഡിയോ ഇല്ല. ബൈ. ഇപ്പോൾ റൂം കാണിക്കാന്ന് പറഞ്ഞിട്ട് റൂമിൻ്റെ വീഡിയോ പിടിച്ചില്ല. വന്നിട്ടിപ്പം പോകാനായി. അതുകൊണ്ട് റൂമിൽ ഏകദേശം അലങ്കോലപ്പെട്ട് എടുക്കുന്നുണ്ട്. സാധനങ്ങളെല്ലാം അടിയടിയും വെച്ചിട്ട് ആ ഒരു കുഴപ്പമേ ഉള്ളൂ. ബാക്കിയൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം. ഇവിടെ മെയിൻ ഡോറൊന്ന് കടന്നു കഴിഞ്ഞാൽ ഒരു ഷെൽഫുണ്ട്, വേറെ ഷെൽഫുണ്ട്. എനിക്കൊന്ന് ഷൂറാക്ക പോലെയുള്ള സംഭവം. പുറത്തും അങ്ങനെ ഷൂറാക്ക പോലെയുണ്ട്. പിന്നെ നല്ലൊരു കബേർഡുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല സോഫ സെറ്റ്, ടീപ്പോയി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് പൊന്നൂന് കൊണ്ടുപോകേണ്ട ബാഗാണ്. അത് പിന്നെ അവിടെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ അടിപൊളി തന്നെ. ഡൈനിങ് ടേബിളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബെഡ്റൂം. രണ്ടാളും ഉറക്കാം. ഞാൻ പിന്നെ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല ഇവർ. അപ്പോൾ പിന്നെ കഴിച്ച് ഇവിടെ കിടക്കട്ടെ. റൂം ഇത് സ്വർഗം. നമ്മളന്ന് താമസിച്ചതിൻ്റെ അവസ്ഥക്ക്. അപ്പോൾ TV ഉണ്ട്, ചെറിയൊരു ടേബിളും ചെയറും ഉണ്ട്, നല്ല വലിയ ഒരു ബാത്റൂം ഉണ്ട്. നല്ല ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ബെഡ്റൂമിൽ നല്ലൊരു വലിയ കബേർഡ് ഉണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂം ആരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇനി ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സിൻ്റെ പാരൻസ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടേയും ചോദിച്ചിട്ടാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് നല്ലതായിട്ടാണ് കിട്ടിയത് നമുക്ക്. പിന്നൊരു റൂം ഇവിടെ 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. ഇതും നല്ല റൂമാണ്. ബെഡ് കുറച്ച് മറ്റേ ബെഡിൻ്റെ അവസ്ഥക്ക് ചെറുതാണെന്നാണ് തോന്നുന്നത്. അത് കിങ് സൈസും അല്ല, അത് കിങ് സൈസും ക്യൂൻ സൈസുമാണെന്നാണ് തോന്നുന്നത്. ഇവിടെയും കബേർഡും ടേബിളും അറ്റാച്ച്ഡ് ബാത്റൂമും TVയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതും നല്ല ബാത്റൂം കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമായില്ലേ. നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് നല്ലൊരു വിൻഡോ. ഇങ്ങനെ വിൻഡോ നോക്കുമ്പോൾ ഇതാ വ്യൂ. അതിലും കൂടുതലെല്ലാം ഇഷ്ടപ്പെട്ടത് കിച്ചൺ കാണിച്ചു തരാം. ഒരു ചെറിയ കിച്ചണാണ്, എന്നാലും നല്ല ഇതുണ്ട്. ഫ്രിഡ്ജുണ്ട്. അമ്മ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് വാങ്ങിയത് പുറത്ത് വെച്ചത്. നല്ല വാഷ് ബേസ്. ഇങ്ങനത്തെ വാഷ് ബേസൊക്കെ നാട്ടിൽ വേണ്ടിയിരുന്നു. എൻ്റെ വാഷ് ബേസ് നാട്ടിൽ ഇത്ര കുഴിയില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഒരു അടുപ്പിൻ്റെ സൗകര്യമുണ്ട്. പാത്രങ്ങൾ നല്ല
കുറച്ച് അത്യാവശ്യ പാത്രങ്ങൾ ഇതിലുണ്ട്. പ്ലേറ്റ്, കബേർഡ്, ഇതാ ഇതൊക്കെ തന്നെ വാഷ് ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഇവിടെ നല്ല വ്യൂ, നല്ല വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും. പിന്നെ ഒരു ബാൽക്കണി കൂടിയുണ്ട്. ബാൽക്കണിയില്ല, അപ്പോൾ ഇപ്രാവശ്യം മതി നമുക്ക് നല്ല റൂം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം വേണ്ടിക്കൽ എനിക്ക് മെസ്സേജ് എത്ര ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ, ഏതാ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ റൂമിൻ്റെ കാഴ്ചകൾ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ൂരുന്നുണ്ടോ? നമുക്ക് തിരിച്ചെത്തണേ. നമ്മളിങ്ങനെ കൂട്ടിയ ഷോപ്പിന് മുമ്പിൽ. നിന്റെ ബാംഗ്ലൂർ അനുഭവം പറഞ്ഞു തന്നാൽ എങ്ങനെയുണ്ട് നിനക്ക് ബാംഗ്ലൂർ വന്നിട്ട്? എല്ലാവരും പുറത്തു പോകാൻ വിടുന്നില്ലല്ലോ, ഞാൻ പറയാനാ. അങ്ങനെയല്ല, ഹോസ്റ്റലും കോളേജും എങ്ങനെയുണ്ട്? പൊന്നു ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ അങ്ങനെ ചോദിക്കുന്നുണ്ട്. യെസ്, കുഴപ്പമൊന്നുമില്ല. അല്ല പിന്നെ അല്ല ചോദിക്കുന്നുണ്ട് പിന്നെ ഇതോ. അപ്പോൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ പല ഷോപ്പും സൺഡേ 11 തുറക്കും. ഇപ്പോൾ മനസ്സിലായി, 10 മണിക്കേ തുറക്കുന്നുള്ളൂ. ബാക്കി ദിവസം അങ്ങനെ ആയിരിക്കില്ല വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മണിയാകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത്ര നേരത്തെ വന്നിട്ടുള്ള ഇവരെല്ലാം കുത്തിപ്പൊക്കി എണീപ്പിച്ച് വന്നതാണ്. അപ്പോൾ ഇച്ചിരി നേരത്തെ പോയി വേഗം കഴിഞ്ഞിട്ട് പോകാൻ വെച്ചിട്ട് വന്നതാണ്. ഇനി 11 മണി വരെ ഇവിടുന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് 11 മണിക്ക് നോക്കിയിട്ട് പോകണം. റൈസിൽ തന്നെ വ്യത്യാസം കാണുന്നില്ലേ? ഓളെ നീളം ചോറും പൊന്നൂൻ്റെ നീളം ചോറും ചീന അന്ന് നല്ലത് എന്നെല്ലാം പറഞ്ഞിട്ട് അന്നെന്തോ നിങ്ങൾക്ക് ലക്കിന് കിട്ടിപ്പോയതാണ്. പൈങ്കിളിൻ്റെ ബിരിയാണി എങ്ങനെയുണ്ട്? കണ്ണൂർ ബിരിയാണി തിന്നാ സൂപ്പറാ. എനിക്കിപ്പം തിന്നാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബാക്കി കൊണ്ടുപോയിട്ട് അവിടെ നിന്നാ പോയി. യുവർ വിഷ്. ഗ്രാൻഡ് മക്കിന്ന് ചോറിച്ച് ബിരിയാണി പറഞ്ഞാൽ മതിയോ? ഗ്രാൻഡ് ചോറ് മതിയോ? അതന്നെ ചോറ് കയറാന്ന് പറഞ്ഞു. എനിക്ക് ചോറ് മതിയേനു. അങ്ങനെ നമ്മളെ ബാംഗ്ലൂർ ബ്ലോഗ് ഇപ്പം ഇവിടെ തീരും. കാരണം നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. രാത്രി 9 മണിക്ക് ബസ്. അതിന് മുമ്പേ ഇതാ പൈങ്കിളി ഡിന്നർ കഴിച്ചു തുടങ്ങി. പൈങ്കിളി സ്പെഷ്യൽ ബർഗർ കഴിക്കുന്നു. ഗ്രാൻഡ്മ റെഡിയായി. അമ്മ ഫോൺ നോക്കിയിരിക്കുന്നത്. സമയമാകാൻ കാത്തിരിക്കും എല്ലാവരും. ഒരു ടെൻഷനുണ്ട്. ടെൻഷൻ വേറെ ഒന്നുമല്ല, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ കൃത്യമായി വണ്ടി കിട്ടൂലേ, ടൈമിന് നമ്മളവിടെ എത്തൂലേ, നമ്മുടെ ബസ് കൂട്ടൂലേ, അങ്ങനെയുള്ള പിന്നെ ട്രാഫിക്ക്, അത് പിന്നെ ചെറിയ മഴയുണ്ട്, അതെല്ലാം കൊണ്ടുള്ള ഒരു തോന്നുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നിർത്താം. ഇനി കണ്ടിന്യൂ ഞാൻ വീഡിയോ ചെയ്ത് പോകുന്നില്ല. ഇനി ബസ് സ്റ്റോപ്പിൽ പോകുന്നതും ബസ് പിടിക്കുന്നതും നാട്ടിലെത്തുന്നതൊന്നും. അപ്പോൾ ഇതോടെ നമ്മളെ ഈ ബാംഗ്ലൂർ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ബൈ ബൈ.